പുറം മതിലിനോട് ചേർന്ന് ദേവന്റെ പാദമായ ഗോപുരം പുതുക്കിപ്പണിത മാതൃകയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഗോപുരത്തിനരികെ ഒരു ശാസ്താക്ഷേത്രം കാണാം. നിളാനദിക്കക്കരെയുള്ള ചെറുതിരുനാവായിലെ വാസുദേവപുരം ക്ഷേത്രത്തിൽ വില്വമംഗലം സ്വാമിയാർ പ്രതിഷ്ഠിച്ച ഉപദേവനായ ശാസ്താവിനെ ഇവിടെ കൊണ്ടുവന്ന് പുനഃപ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. വേദങ്ങളുടെ ശ്രോതാവായ ധർമ്മശാസ്താവ് എന്ന സങ്കല്പത്തിലുള്ളതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കടവല്ലൂർ അന്യോന്യത്തിൽ പങ്കെടുക്കുന്ന തിരുനാവായ യോഗക്കാരുടെ ഓത്തുമഠം നിന്ന സ്ഥലത്താണ് ശാസ്ത്രക്ഷേത്രം ഇപ്പോൾ നിലനിൽക്കുന്നത്. ഉദ്ദിഷ്ടകാര്യം സാധിക്കുന്നതിനായി തിരുനാവാ മുകുന്ദന്റെ നടയിൽ സമർപ്പിക്കുന്ന ഒട്ടേറെ വഴിപാടുകളുണ്ട്. വഴിപാടുകളിൽ ദേവന് ഏറ്റവും പ്രിയം നെയ്വിളക്കും പാൽപ്പായസവും താമരമാലയുമാണ്. ദേവന് താമരമാല സമർപ്പിക്കുവാൻ ഒരു വേണാട്ട് രാജാവ് എടക്കുളത്ത് നിർമ്മിച്ചതാണ് ഈ താമരക്കായൽ. ഒരു മഹാക്ഷേത്രത്തിന്റെ നിത്യപൂജാ കർമ്മങ്ങൾ അനുവർത്തിക്കുന്ന നാവാമുകുന്ദ ക്ഷേത്രത്തിന്റെ തന്ത്രാധികാരം വഹിക്കുന്നത് തൃപ്പങ്ങോട്ട് കൽപ്പുഴ മനക്കാരാണ്. ദീർഘപ്രണവമാകുന്ന ശംഖനാഥ ധ്വനി മുഴക്കി ദേവനെ പള്ളിക്കുറപ്പുണർത്തി രാവിലെ 5 മണിക്ക് തന്നെ ശ്രീലകം ഭക്തജന ദർശനത്തിനായി തുറക്കുന്നു. കാലത്ത് 5 മണിക്ക് നട തുറക്കും. നട തുറന്ന് വിളക്ക് വെച്ച് അഭിഷേകം, മാലവാരി വെള്ളം വീത്തി അഭിഷേകം, മലർ നിവേദ്യം. അത് കഴിഞ്ഞാൽ ഗണപതി ഹോമം. ഗണപതി ഹോമത്തിന് ശേഷം ഉഷപൂജ, പിന്നെ കാലത്തെ പൂജ. അത് കഴിഞ്ഞ് മഹാലക്ഷ്മിക്ക് കാലത്തെ പൂജ. അത് കഴിഞ്ഞാൽ കാലത്തെ ശിവേലിക്ക് ശേഷം അരമണിക്കൂറിന് ശേഷം വീണ്ടും നവാമുകുന്ദന് നവക പൂജ, നവകാഭിഷേകം, പന്തീരടി പൂജ, പിന്നെ തിലോഹോമം, സായുജ പൂജ, ലക്ഷ്മീനാരായണ പൂജ. അത് കഴിഞ്ഞാൽ പിന്നെ മഹാലക്ഷ്മിക്ക് ഉച്ചപൂജ. ഉച്ചപൂജയ്ക്ക് ശേഷം നവാമുകുന്ദന് ഉച്ചപൂജ, ശിവേലി. ഇങ്ങനെയാണ് രാവിലത്തെ ഇവിടുത്തെ പൂജാതി കർമ്മങ്ങൾ. വൈകുന്നേരം 5 മണിക്ക് നട തുറക്കും. 5 മണിക്ക് നട തുറന്നാൽ ദീപാരാധന. ദീപാരാധനയുടെ സമയം അസ്തമിച്ചതിന് ശേഷം ദീപാരാധനയ്ക്ക് ശേഷം മഹാലക്ഷ്മിക്ക് അത്താഴപൂജ. അത് കഴിഞ്ഞാൽ ഭഗവതി സേവ. അതിനുശേഷം നവാമുകുന്ദന് അത്താഴപൂജ, പിന്നെ അത്താഴ ശിവേലി. അത് കഴിഞ്ഞാൽ പിന്നെ തൃപ്പുകയ്ക്ക് ശേഷം നട അടയ്ക്കും. വൈകുന്നേരം 7:45 നട അടയ്ക്കുന്നത്. മേടസംക്രമ ദിവസം ദീപാരാധനയ്ക്ക് ശേഷം കൊടിയേറി 10ാം ദിവസം ആറാട്ടോടുകൂടി അവസാനിക്കുന്നതാണ് തിരുനാവാ മുകുന്ദന്റെ ഉത്സവ വിശേഷം. ഉത്സവ ദിവസങ്ങളിലെ ദീപാരാധന ഇവിടെ അതിവിശിഷ്ടമായി ആചരിച്ചു വരുന്നു. ചരിത്രമുറങ്ങുന്ന തിരുനാവാമണപ്പുറത്തെ വൈഷ്ണവ സങ്കേതമായ ഈ ക്ഷേത്രം കേരളത്തിലെ ഭക്തിപ്രസ്ഥാനത്തിന്റെ സുവർണ കാലഘട്ടത്തിന്റെ പ്രതീകമാണ്. സമ്പൽ സമൃദ്ധമായ ഈ പവിത്രഭൂമി സൃഷ്ടിസ്ഥിതി സംഹാരകാരകരായ ത്രിമൂർത്തികളുടെ സംഗമസ്ഥലമെന്ന സൽപ്പേരും നിലനിർത്തുന്നു. ദേവന്മാരുടെ സാന്നിധ്യത്തിൽ ബ്രഹ്മർഷികൾ മഹായാഗങ്ങൾ നടത്തിയ ഈ നിളാനദീതടത്തിലാണ് ത്രേതായുഗത്തിൽ 21 വട്ടം ക്ഷത്രിയ നിഗ്രഹം ചെയ്ത പരശുരാമൻ തന്റെ പാപമകറ്റുവാൻ പിതൃതർപ്പണത്തിനെത്തിയത്. അവതാരപുരുഷനായ പരശുരാമന്റെ പിതൃപാപമകറ്റിയ മുക്തിദായകനായ നാവാമുകുന്ദന്റെ ഈ തിരുസന്നിധി അങ്ങനെ പിതൃമോക്ഷകരമായ ബലിതർപ്പണാദികളുടെ തീരമായി. കൈരളിയുടെ പിതൃയജ്ഞവേദിയായ തിരുനാവാ ക്ഷേത്ര സവിധത്തിലെ ബലികർമാനുഷ്ഠാനങ്ങളുടെ പവിത്ര മാഹാത്മ്യം ഇനി ക്ഷേത്രായനത്തിന്റെ അടുത്ത എപ്പിസോഡിൽ കാണുക. പിതൃദേവതകൾക്ക് ജലതർപ്പണം ചെയ്യുന്ന നിളയുടെ സ്മൃതിതീരത്തെ നാവാമുകുന്ദ ക്ഷേത്ര വിശേഷങ്ങളുമായി ഒരിക്കൽ കൂടി എത്തുന്നതുവരെ ഏവരോടും വിട പറഞ്ഞുകൊണ്ട് ക്ഷേത്രായനത്തിന്റെ ഈ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാകുന്നു. എല്ലാ മാന്യ ക്ഷേത്രായന പ്രേക്ഷകർക്കും ക്ഷേത്രായനത്തിന്റെ വിനീത നമസ്കാരം.